തിരുവനന്തപുരത്ത് അമിത വേഗത്തിലെത്തിയ ബൈക്ക് ഇടിച്ച് 2 വിദ്യാർത്ഥികൾക്ക് പരിക്ക്. തിരുവനന്തപുരം സർവോദയ സ്കൂളിലെ വിദ്യാർത്ഥികളാണ് അപകടത്തിൽപ്പെട്ടത്. ഫുട്പാത്തിലൂടെ നടന്നുപോയ വിദ്യാർത്ഥികളെ ബൈക്ക് ഇടിച്ചു തെറിപ്പിച്ചു. നാലാഞ്ചിറയിലാണ് അപകടമുണ്ടായത്. സിജോ, വലിയ നടുക്കമുണ്ടാക്കുന്ന ദൃശ്യങ്ങളാണ്. ഈ കുട്ടികളുടെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണ്? കുട്ടികൾക്ക് പരിക്കുണ്ട്, ഗുരുതരമായ പരിക്കല്ല, ചെറിയ പരിക്കുകളേ ഉള്ളൂ എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ ഒരു കാര്യം. ഞെട്ടിക്കുന്ന ഒരു ദൃശ്യങ്ങൾ തന്നെയാണ്. നമ്മൾ ആ അമിത വേഗത്തിലാണ് ബൈക്ക് വരുന്നത് നമുക്ക് കാണാം. ആ ഒന്ന് ഇടിയുടെ ആഘാതത്തിൽ ഗുരുതരമായ പരിക്കുകൾ ഉണ്ടാവുന്നതാണ് പെട്ടെന്ന് നമ്മൾ ചിന്തിക്കുക. പക്ഷേ ഭാഗ്യം കൊണ്ട് ഗുരുതരമായ പരിക്കുകളില്ല, മുറിവുകളൊക്കെയാണ് ഉള്ളൂ എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് പോലീസിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം. നമ്മൾ സ്കൂൾ അധികൃതരുമായി ബന്ധപ്പെടാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും പോലീസിൽ നിന്ന് നൽകുന്ന വിവരമനുസരിച്ച് രാവിലെ 8:30യോടെയാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകുന്നത്. അവർ സ്കൂളിലേക്ക് പോവുകയായിരുന്നു. ആ പോകുന്ന വഴിയാണ്, ഫുട്പാത്തിലൂടെയാണ് പോകുന്നത്. കുട്ടികൾ പല ഘട്ടങ്ങളിലൊക്കെ പലപ്പോഴും ഒക്കെ അശ്രദ്ധമായി റോഡിന് സൈഡിലൂടെ പോകുന്നതാണ്. പക്ഷേ ഇത് ഫുട്പാത്തിലൂടെ തന്നെ പോകുന്ന വിദ്യാർത്ഥികളുടെ ദേഹത്തേക്കാണ് അമിത വേഗത്തിലെത്തിയ ബൈക്ക് ഇടിച്ചു കയറുന്നത്. അപകടം നടന്ന ഉടനെ തന്നെ ആളുകൾ എത്തുന്നുണ്ട്. ഈ വിദ്യാർത്ഥികളെ അവിടെ നിന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നു. എന്തായാലും ഉടൻ തന്നെ വൈദ്യസഹായം ഉറപ്പാക്കാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ബൈക്ക് ഓടിച്ചിരുന്ന ആൾക്ക്, അയാൾ ഒരു IT സ്ഥാപനത്തിലെ ജീവനക്കാരനാണ്. അയാൾക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ടെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. തലയ്ക്ക് പരിക്കേറ്റിട്ടുണ്ട്. അയാളെ ഇവിടെ തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ശരി സിജോ.